ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലർക്കും ഡ്രീം ലൈഫിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഐ ഡി ലഭിച്ചിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ സ്പോൺസർ വഴി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിന് പലരുടെയും ആവശ്യമാണ് എങ്ങനെയാണ് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വർക്കിംഗ് ഐ ഡിയോ വർക്ക് ചെയ്യുന്ന പ്രൊമോട്ടർ ഐ ഡിയോ അതല്ല ഒരു കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഐഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം പല വ്യക്തികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ആദ്യം തന്നെ ഞാനൊരു വ്യക്തിയുടെ ഐ ഡിയിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ ലോഗിൻ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഐ ഡി നമ്പറും അതിൻ്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മുകളിൽ കാണാവുന്നതാണ് കമ്പനിയുടെ ലോഗോ. റൈറ്റ് സൈഡിൽ 2 ഓപ്ഷൻസ് കാണാം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 4 ലൈനുള്ളൊരു ഓപ്ഷനും കാണാം. അവിടെ 4 ലൈനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഈ 4 ലൈൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡ്, രജിസ്ട്രേഷൻ, അപ്ലോഡ് റെസിപ്റ്റ്, അഫിലിയേറ്റ് റീപർച്ചേസ്, ഇനീഷ്യൽ ഫ്രാഞ്ചൈസി പർച്ചേസ്, ഇങ്ങനെ 4 ബട്ടണാണ് പ്രധാനമായും കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ രജിസ്ട്രേഷൻ ചെയ്യരുത്. ആ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ സ്പോൺസർ ത്രൂ വരുന്ന ഒരു രജിസ്ട്രേഷൻ അല്ല. അപ്പം നമുക്കിവിടെ രജിസ്ട്രേഷൻ സ്പോൺസർ ത്രൂ ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ ഫ്രാഞ്ചൈസി പർച്ചേസ് എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ജീനിയോളജി എന്ന് പറയുന്നത് കാണാം. ആ ജീനിയോളജി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളർ കോഡിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. IFP, റൂബി, എമറാൾഡ്, നോ പർച്ചേസ് ഇങ്ങനെ കാണാവുന്നതാണ്. അത് കളർ കോഡാണ്. ഓരോ ഐ ഡി എടുക്കുന്ന വ്യക്തികളുടെ കളർ കോഡാണത്. ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഐ ഡി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നോർമലി രജിസ്ട്രേഷൻ നമ്മുടെ ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അത് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം ആദ്യമായിട്ടുള്ളൊരു ഐ ഡിയിലാണെങ്കിൽ ഇവിടെ കാണുന്നത് 2 വേക്കൻ്റ് ഇവിടെ ഡയറക്റ്റ് കാണാൻ പറ്റും. ഒരു വ്യക്തിക്ക് നേരിട്ട് കൊണ്ടുവരാൻ എത്ര പേരെയും സ്പോൺസർ ചെയ്യാം. ആദ്യം ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ ഉള്ള ഓർഗനൈസേഷനിലൂടെയാണ് പ്ലേസ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ എന്ന് പറയുന്നൊരു ബട്ടൺ ഇവിടെ ലെഫ്റ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിൽ തന്നെ ചെയ്യുക. അതേപോലെ റൈറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റിലാണ് ചെയ്തതെങ്കിൽ അടുത്തൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ ഐ ഡി ആരതാണോ ചെയ്തിട്ടുള്ള ഐ ഡിയുടെ ലെഫ്റ്റിലോട്ടും പ്ലേസ്മെൻറ്റ് കൊടുക്കുക. അത് ശ്രദ്ധിക്കണം. റൈറ്റിലാണെങ്കിൽ റൈറ്റിലോട്ട് തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുക. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞാനിവിടെ എൻ്റെ പേരിൽ തന്നെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണ്. മെയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേര് കൊടുക്കുന്നു. കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു. സിമ്പിളായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫോം മാൻഡേറ്ററി ആയിട്ടുള്ള റെഡ് സ്റ്റാർ കാണുന്നതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓൾറെഡി നേരത്തെ സേവ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വ്യക്തിയുടെ പേര് കൊടുക്കുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പാസ്ബുക്കിലും അതേപോലെ തന്നെ ആധാർ കാർഡിലൊക്കെ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക.
നേരത്തെ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. നേരത്തെ എൻ്റെ ഇതിൽ സേവ് ആയത് കൊണ്ടാണ് കാണിക്കുന്നത്. കേരള നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിൻ കോഡ് കൊടുക്കുക. പിൻ കോഡിന് ശേഷം നമുക്കിപ്പോൾ സ്പോൺസർ യൂസർ നെയിം അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്പോൺസർ യൂസർ നെയിം കൊടുക്കുന്നത് DLFA 1957, അതായത് നേരത്തെയുള്ള ആളുടെ സ്പോൺസറാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ടീമിൽ ആർക്കാണോ ID ചെയ്ത് കൊടുക്കുന്നത്, ആരെ സ്പോൺസറിലാണോ ചെയ്ത് കൊടുക്കുന്നത്, ആ സ്പോൺസർ ID ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ DLFA സ്പേസ് ഇല്ലാതെ ഇതുപോലെ കൊടുക്കണം. സ്പേസ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ അവിടെ ആ വ്യക്തിയുടെ രജിസ്ട്രേഷനിൽ ഉപയോഗിച്ചുള്ള പേര് അവിടെ കാണിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 1 2 3 4 5 6 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് പാസ്വേഡായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. നമുക്കത് സെലക്ട് ചെയ്തത് നമ്മൾ കൊടുത്തത് ശരിയാണെന്നെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഐയുടെ കണ്ണിൻ്റെ ആകൃതിയിലുള്ളൊരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നതാണ് അത് കറക്റ്റ് ആണെന്നുള്ള പാസ്വേഡ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുത്ത ഡാറ്റാസൊക്കെ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത് വീണ്ടും ഒരു സബ്മിറ്റ് ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു സർട്ടിഫിക്കറ്റ് ആ ID ക്രിയേറ്റ് ആയതിനു ശേഷം സർട്ടിഫിക്കറ്റും കൺഗ്രാജുലേഷൻ മെസ്സേജും കാണാവുന്നതാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ID ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ആരാണ് സ്പോൺസർ, അപ്ലൈൻ ആരാണ്, അതേപോലെ തന്നെ പുതിയ വ്യക്തിയുടെ ID നമ്പറും പാസ്വേഡും ഇവിടെ ന്യൂ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാവുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആർക്കാണോ ചെയ്തത് ആ ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ID നമ്പറും പാസ്വേഡും ഒക്കെ ഇവിടെ അവർക്ക് സർട്ടിഫിക്കേഷനിൽ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് അതൊരു പ്രൂഫായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ID ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ KYC എങ്ങനെയാണ് ചെയ്യുന്നത്. KYC എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കും അതുപോലെ തന്നെ ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്